ഹലോ, നിങ്ങളുടെ മോസ്റ്റ് കൺസിസ്റ്റന്റ് യൂട്യൂബർ ഈസ് ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇനിയിപ്പോൾ വരും പൈസ തീരുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്. 1 മന്തിൽ ഒരു വീഡിയോ പോലും ഇടാത്തവന്മാരൊക്കെ യൂട്യൂബിൽ നിന്ന് ബാൻ ചെയ്യണം. ആക്ച്വലി ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മണ്ടനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ എന്തിന് സ്വന്തമായിട്ടൊരു ബ്രെയിന് പോലും ഇല്ലാതെ നമ്മുടെ നായകന്റെ കഥയാണ് ഡെവിലി ശങ്കർ. തലയിലൊന്നും കേറുന്നില്ല അമ്മേ, പരീക്ഷയിൽ ജയിക്കോ ഇല്ലേന്ന് അറിയില്ല. ജീവിക്കാൻ എന്തിനാ മോനെ വിദ്യാഭ്യാസമൊക്കെ? നല്ല തൻ്റെ മതി. സിംഹവും പുലിയൊക്കെ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയില്ലേ? രാജാവിനെ പോലെയാണ് അവര്. അതെ, ആ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് ധൈര്യം മാത്രം വെച്ച് സിംഹവും പുലിയൊക്കെ ജീവിക്കുന്ന പോലെ രാജാവിനെ പോലെ ജീവിക്കാം. നിങ്ങൾ സ്റ്റോൺ ഏജിലാണ് ജീവിക്കുന്നതെങ്കിൽ. അല്ല, അതൊക്കെ പോട്ടെ. ഈ ധൈര്യം മാത്രം വെച്ച് ജീവിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ പണി എന്താ? അച്ഛനില്ലാത്ത വിഷമത്തിൽ കരയണോ അതോ ഭക്ഷണം കിട്ടാത്ത വിഷമത്തിൽ കരയണോ എന്ന് എനിക്കറിയില്ല. സിംഹവും പുലിയൊക്കെ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയില്ലേ? ആൻഡ് ഈ ധൈര്യം സീനിന് ശേഷം പിന്നെ പഠനേരെ ഷിഫ്റ്റ് ആയിട്ട് മെയിൻ വില്ലന്റെ എൻട്രിയിലേക്ക് പോകും. ആൻഡ് വില്ലൻ ഒരു സാധാരണ മനുഷ്യനാണ് ഹൂ ലൈക്സ് ചൈനീസ് പീപ്പിൾ ബിക്കോസ് ഓഫ് യുവർ ഫ്രൈഡ് റൈസ് നൂഡിൽസ് വിറ്റു. ഐ ഡോണ്ട് ലൈക്ക് ചൈനീസ് മാഫിയ. എന്തായാലും എനിക്ക് ഈ ചൈനീസ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. Bellingham, Saka, Tony, Trent, pressure. What pressure? അങ്ങനെ ഇയാൾക്ക് ചൈനീസ് മാത്രമേ മനസ്സിലാവൂന്ന് അറിഞ്ഞപ്പോൾ വില്ലന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ പെണ്ണ് ഇംഗ്ലീഷ് മാറ്റിയിട്ട് പിന്നെ ഹിന്ദി പറയാൻ തുടങ്ങും. അതും മനസ്സിലാത്തപ്പോൾ ഇവള് നേരെ മലയാളം പറയും. അങ്ങനെ എന്തായാലും ചൈനക്കാരനൊക്കെ കൊന്നിട്ട് നമ്മുടെ വില്ലൻ ഒരു മാസ് ഡയലോഗ് അങ്ങ് പറയുന്നതായിരിക്കും. എന്നെ തീർക്കാൻ മാത്രം ചങ്കുറപ്പുള്ള ഒരുത്തനും ഇതുവരെ ജനിച്ചിട്ടില്ല. Nobody can kill Big Bull. Big Bull lives forever. ഇവൻ മരിച്ച പടം കഴിഞ്ഞാടെ. അങ്ങനെ പുള്ളിയുടെ ജീവനെ നിലനിർത്താനായിട്ട് ഓരോരോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു സയന്റിസ്റ്റിന്റെ സഹായത്തോടെ പുള്ളി മനസ്സിലാക്കും. Only one option, sir. പറ, എന്തോ ഓപ്ഷൻ? Memory transfer. മെമ്മറി എന്ത്? Memory transfer. അങ്ങനെ അതിനുശേഷം ഇവന്മാരെന്തൊക്കെയോ പാരലൽ വേർഡ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അതായത് ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ മെമ്മറി മൊത്തത്തിൽ എടുത്തിട്ട് വേറൊരുത്തന്റെ തലയിലേക്ക് ഇടുക. അപ്പൊ അവന്റെ മെമ്മറി ആണെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ആയി പോകും. ഹാർഡ് ഡിസ്കിൽ മെമ്മറി ഡിലീറ്റ് ആയി പോകുന്ന കാര്യം പോലെയാണ് ഇയാൾ ഇതൊക്കെ പറയുന്നത്. പക്ഷെ എന്തായാലും ഇതൊക്കെ കേട്ട് നമ്മുടെ വില്ലന് നല്ല സന്തോഷമാവും. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളുടെ മെമ്മറി മൊത്തത്തിൽ എങ്ങനെ വേറൊരുത്തന്റെ തലയിലേക്ക് മാറ്റുന്നുള്ളതാണ്. പക്ഷെ അതിനും നമ്മുടെ സയന്റിസ്റ്റിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഹൈദരാബാദിൽ ഒരുത്തനുണ്ട്, എന്ത് തോന്നിവാസവും കാണിക്കുന്നവനാ. അവന്റെ തലയുടെ പുറകില് ഒരു USB പോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാഭോ ഇയാളുടെ മെമ്മറി ഒരു പെൻഡ്രൈവിലേക്ക് ആക്കിയിട്ട് അപ്പുറത്തിരിക്കുന്നവന്റെ തലയിലെ USB പോർട്ടിലൊന്ന് കുത്തിയാൽ മതി. ആൻഡ് USB പോർട്ട് തലയിലിരിക്കുന്നവനാണ് നമ്മുടെ ധൈര്യം കൊണ്ട് ജീവിച്ച നായകൻ ഇസ്മാർ. ഫ്ലാഷ് ബാക്ക്. ഹേയ് ഡയറക്ടർ, എനിക്കൊരു മാസ് ബിൽഡപ്പ് ഡയലോഗ്സ് ഒക്കെ ഉള്ള ഭയങ്കര മാസമായിട്ടുള്ള ഒരു ഇൻട്രോ സീൻ തന്നെ എന്തായാലും വേണം കേട്ടോ. പിന്നെന്താ ബ്രോ, അത് നമുക്ക് സെറ്റ് ആക്കാം. ഇൻട്രോയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മാസ് സീനോ ബിൽഡപ്പ് സീനോ ഒന്നും എനിക്ക് തന്നില്ല. പക്ഷെ ഞാൻ മാസ്ക് വരുമ്പോൾ എന്തായാലും എനിക്കൊരു നല്ലൊരു മാസ് ബിൽഡപ്പ് സീൻ എന്തായാലും വേണം. ഓക്കെ ബ്രോ, ഇപ്രാവശ്യം എന്തായാലും നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. അങ്ങനെ ഈ മാസ്ക് കുരിയതിന് ശേഷമാണെങ്കിൽ പിന്നെ ഇവൻ എന്തൊക്കെയോ പിച്ചുമ്പോഴൊക്കെ പറയും. കണ്ടിട്ട് എന്താടാ കാര്യം? നീ ഗുണ്ടയാണെങ്കിൽ ഞാൻ നിന്റെ തന്തയാടാ, നീ മാസാണെങ്കിൽ ഞാൻ കൊലമാസാടാ. എന്റെ മോനെ കേട്ടോ, ഓരോന്നിന്റെ അരയിലും അരഞ്ഞാണോ വിട്ടു തരും ഞാൻ. ഇങ്ങനെ വിയേർഡായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറയുമെങ്കിലും പുള്ളി പക്ഷെ മൊത്തത്തിൽ വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സിനിമയുടെ ഒരു സീനിൽ ഒരു ഓട്ടോക്കാരൻ ഒരു പെണ്ണിനെ ഭയങ്കര മോശമായിട്ടൊക്കെ നോക്കും. അപ്പൊ തന്നെ നമ്മുടെ നായകനെ തടയും. നീ എന്തിനാണ് അതൊക്കെ നോക്കാൻ പോകുന്നേ? നമ്മുടെ പാരമ്പര്യം മേലേന്ന് സ്കാൻ ചെയ്ത് പതിയെ താഴേക്ക് വന്ന് മുഴുവൻ നോക്കണം. ഇങ്ങനെ ഇടയിൽ നോക്കുകയല്ല വേണ്ടത്. അല്ല, ഇപ്പൊ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. പുള്ളി എല്ലാ സമയത്തൊക്കെ വളരെ സംസ്കാരമൊക്കെ ഉള്ള വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇവളെ ഓർമ്മയില്ല, നമ്മുടെ വില്ലന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. ഇവളെന്തായാലും ഇപ്പൊ വില്ലന് വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ USB പോർട്ടുള്ള നായകൻ ഇസ്മാൻ ശങ്കറിനെ പൊക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദ് വന്നിരിക്കുകയാണ്. അതും വന്നിരിക്കുന്നതാണെങ്കിൽ അർജുൻ ദാസ് സ്റ്റൈലില്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നായകന്റെ ഫൈറ്റാണ്. ഫൈറ്റൊന്നും അത്ര കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ എന്ന് ഇരിക്കുമ്പോൾ ഇവൻ വാതുറക്കും. അങ്ങനെ വില്ലന്റെ ഗുണ്ടകളൊക്കെ അടിച്ചിട്ട് വരുന്നതിന്റെ നടുക്ക് നമ്മുടെ ചെറുക്കൻ ഒരു പെണ്ണിനോട് ക്രഷ് അടിക്കും. അപ്പൊ തന്നെ പുള്ളി പോയിട്ട് മനുഷ്യന്മാരുടെ യുഗത്തിൽ പോലും കാണാതെ ഒരു പ്രപ്പോസൽ നടത്തും. ആൻഡ് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും റിയൽ ലൈഫിൽ. നിനക്ക് പട്ടികളെ ഇഷ്ടമാ? ഒരുപാട് ഇഷ്ടം. ഐ ലവ് ഡോഗ്സ്. അങ്ങനെയാണ് നീ എന്നെ വളർത്തിക്കോ.
സോറി, എനിക്കിപ്പോ പട്ടിയെ വളർത്താനുള്ള ഒരു ഉദ്ദേശവും മനസ്സിലില്ല. അങ്ങനെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വില്ലൻ തന്നെ നേരിട്ട് വരും ഇവനെ പിടിക്കാനായിട്ട്. എന്തൊരു ക്രൂരനാണ് ഇയാൾ. നിങ്ങളുടെ ഗുണ്ടനൊന്ന് വണ്ടി കയറ്റി കൊണ്ടുപോടെ. അതൊക്കെ പോട്ടെ, അവസാനം വില്ലൻ എന്തായാലും ഇവനെ പിടിക്കും. എന്നിട്ട് മെമ്മറി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഇഞ്ചക്ഷനും അടിച്ചു കൊടുക്കും. അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ഇവന്റെ തലയിലുള്ള പോർട്ട് വഴി വില്ലന്റെ മെമ്മറി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ മെമ്മറി ട്രാൻസ്ഫറിന് ശേഷം ഇവനിപ്പോൾ 2 മെമ്മറി ഉണ്ട്. ഒന്ന് ഇവന്റെ മെമ്മറിയും ഒന്ന് വില്ലന്റെ മെമ്മറിയും. അങ്ങനെ ഇവൻ ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് പോയിട്ട് ഇവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ഇവന്റെ ഫ്രണ്ട് ഈസ് ജസ്റ്റ് എ ചിൽ ഗൈ. വീണ്ടും സിം കാർഡ് ഇട്ട് തന്നോ? ഇത്തവണയെങ്കിലും ഇന്റർനാഷണൽ റോമിംഗ് ഉണ്ടോ അണ്ണ? ഒരു മിനിറ്റ്, ഞാൻ പോയി USB കേബിൾ എടുത്തോണ്ട് വരാം. ബിറ്റ് വല്ലോണ്ടെങ്കിൽ കോപ്പി ചെയ്യാലോ. അങ്ങനെ എന്തായാലും 3 ദിവസം കഴിയുമ്പോൾ ഇവന്റെ മെമ്മറി കംപ്ലീറ്റ്ലി മാറും. എന്നിട്ട് ഇവനും വില്ലനും ഒരേ മെമ്മറിയുള്ള വേറെ വേറെ ആൾക്കാരാകും. ഇതെന്താണ് ഇത്? എന്നിട്ട് നായകനും വില്ലനും കൂടെ ഒരുമിച്ച് ഒരു വെറൈറ്റി പാട്ടൊക്കെ വരും. അങ്ങനെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു അനീതിയൊക്കെ കാണുമ്പോൾ ഇവന്റെ അമ്മേനൊക്കെ ആലോചിച്ചിട്ട് ഇവന്റെ പണ്ടത്തെ മെമ്മറിയൊക്കെ തിരിച്ചു വരും. ആ വില്ലന്റെ മെമ്മറി ഉള്ളപ്പോൾ ഒരു നല്ല ചെറുക്കനായിരുന്നു. ഇവന്റെ മെമ്മറി തിരിച്ചു വന്നപ്പോൾ ഇവനാണെങ്കിൽ പിന്നെയും പഴയ തറയായി. അങ്ങനെ തെലുങ്ക് സിനിമയിൽ ഒരു 100 പ്രാവശ്യം കണ്ടിട്ടുള്ള ഭസ്മം തൃശൂലം സെറ്റപ്പിൽ ഇവൻ വില്ലനെ കൊല്ലാൻ വേണ്ടി പോകും. അല്ല, എന്തോ ഒരു ഐറ്റം കൂടെ ബാക്കിയുണ്ടല്ലോ. ഇത് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. പക്ഷെ നമ്മുടെ വില്ലനാണെങ്കിൽ വെറുതെ ഇരിക്കുമോ? പുള്ളി നേരെ ചിരിച്ചുകൊണ്ട് പോയിട്ട് അടി വാങ്ങി മെഴുകി കളയും. അങ്ങനെ പുള്ളി എന്തായാലും അവസാനം മോസ്റ്റ് പ്രഡിക്റ്റബിൾ വേയിൽ വില്ലനെ കൊല്ലും. എന്നിട്ട് അമ്പലത്തിൽ തന്നെ ഒരു പാർട്ടിയൊക്കെ തുടങ്ങും.